ഇന്നൊരു ചെറിയ ഡേ ഷൂട്ടാട്ടോ. ചെറിയ ഡേ ആണെങ്കിലും ഒരുപാട് വിശേഷങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് വീഡിയോ എടുക്കാനും വേണ്ടി ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ ഒക്കെ കഴിഞ്ഞൊരു ഉച്ച ടൈം ആയപ്പോഴാണ് കുറച്ച് കൊറിയേഴ്സ് ഒക്കെ നമുക്ക് അൺബോക്സ് ചെയ്യാനും വേണ്ടി ഉണ്ടായിരുന്നു. അപ്പൊ അതും കൂടെ ഇൻക്ലൂഡ് ആക്കി ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. ഇതൊരു ഹൈ ചെയർ ആട്ടോ. ഇത് നമുക്ക് 4 രീതിയിലായിട്ട് സെറ്റാക്കി എടുക്കാനും വേണ്ടി പറ്റും. നല്ല ചെറിയ മക്കളാണെങ്കിൽ നമുക്കിത് ഫ്ലോറിൽ തന്നെ സെറ്റാക്കാം. അതുപോലെ തന്നെ ലോ, മീഡിയം, ഹൈ അങ്ങനെ 4 രീതിയിൽ നമുക്കിത് സെറ്റാക്കി എടുക്കാൻ പറ്റും. മക്കൾക്കൊക്കെ ഫുഡ് കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്താൽ ഇതൊരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും കേട്ടോ. 6 മന്ത് തൊട്ടിട്ട് 3 to 4 years വരെയൊക്കെ നമുക്ക് യൂസ് ആക്കാൻ വേണ്ടി പറ്റും. ഫുഡ് കൊടുക്കാനും മാത്രമല്ല കേട്ടോ, അവർക്ക് എന്തെങ്കിലും എഴുതാനും കളർ ചെയ്യാനൊക്കെ ഒരു ടേബിൾ ആയിട്ട് ഇത് യൂസ് ആക്കാം കേട്ടോ. ഇത് അസംബ്ലി ചെയ്യാനാണെങ്കിലും നല്ല ഈസിയാണ്. ഇതിന്റെ കൂടെ ഒരു മാനുവൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നോക്കിയിട്ട് നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ചെയ്യാവുന്നതുള്ളൂ. ഇതിന്റെ കൂടെ ഒരു ഫീഡിംഗ് സെറ്റും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കാൻ ട്രെയിൻ ചെയ്യിക്കാനും അതുപോലെ തന്നെ ഡ്രസ്സിലൊന്നും ആകാതെ നീറ്റായിട്ട് കൊടുക്കാനൊക്കെ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ കഴിച്ചു. റൂഹിക്ക് നമ്മൾ ഹൈച്ചറിൽ വെച്ചിരുന്ന ഫുഡ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഫുഡ് കൊടുക്കലൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു. ഇതിലാകുമ്പോൾ അങ്ങോട്ട് ലോക്കായിരുന്നോളല്ലോ, ഇവിടേക്ക് മോടാനൊന്നും പറ്റൂലല്ലോ. ഈ വീഡിയോ എടുക്കുന്നതിന്റെ തലേന്നായിട്ട് നമ്മളൊരു കേക്ക് ഓർഡർ ആക്കിയിരുന്നു കേട്ടോ. അത് ഇന്നാണ് ഡെലിവറി ചെയ്തത്. ഞാനിപ്പോ കുറച്ചായിട്ട് നല്ലപോലെ മധുരം കഴിക്കൂട്ടോ. ഇപ്പൊ എന്നല്ല, എപ്പോഴും അങ്ങനെ തന്നെയാണ്. എത്ര മധുരം കിട്ടിയാലും അതൊരു പ്രത്യേക ക്രേവിങ്സ് ആണ്. അത് എത്ര വേണമെങ്കിലും ഞാൻ ഇരുന്ന് കഴിച്ചോളൂ. ഈ ഷുഗർ ക്രേവിങ്സ് ഒന്ന് കൺട്രോൾ ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. കാരണം ഞാൻ ഇങ്ങനെ പോകുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ഡുണ്ടുമണിയാകാനുള്ള ചാൻസ് ഉണ്ട്. ഇത്ര അടിപൊളിയായിട്ട് ഇളനീര് കട്ട് ചെയ്യുന്ന ആരെങ്കിലും നിങ്ങൾക്ക് അറിയോ? ഇളനീരെന്നൊന്നും പറയാൻ പറ്റൂല, കുറച്ചല്ല കുറച്ചധികം തന്നെ ഇത് മൂത്തുക്കണോ. പിന്നെ ഒന്ന് വൈകുന്നേരം ആയപ്പോൾ നമ്മളൊന്ന് പുറത്തിറങ്ങി. ഇവിടെ നമ്മളെ വീട്ടിൽ കുറെ കുട്ടികളില്ലോണ്ട് തന്നെ ഓളെ കൂടെ കളിക്കാൻ കുറെ പേരുണ്ട്. പിന്നെ ഒരു രാത്രിയൊക്കെ ആയപ്പോൾ നമ്മളൊന്ന് പുറത്തിറങ്ങി. രാത്രി എന്ന് പറയുമ്പോൾ നല്ല ലേറ്റ് ആയിക്കണം, 12:45 1 മണിയൊക്കെ കഴിക്കണം. ഫുഡൊക്കെ നമ്മൾ ഓൾറെഡി കഴിച്ചതാണ്. എന്നാലും ചില ദിവസങ്ങളിൽ ഈ ഒരു ടൈമിൽ നമുക്കൊരു പ്രത്യേക ക്രേവിങ്സ് വരും. റൂഹിനെ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എടുത്തിട്ടാണ് കൊടുക്കുന്നത്. ആ ഒരു ക്ഷീണമൊന്നും ഓളെ മുഖത്ത് കാണാനില്ല. ഈ പാതിരാത്രി ഇറങ്ങി നടക്കൽ ഓൾക്കും ഇന്റെ പോലെ തന്നെ നല്ല ഇഷ്ടമാണ്. പിന്നെ നമ്മൾ ഹൈ ചെയറിന്റെ ഫീഡിംഗ് സെറ്റിന്റെ ലിങ്ക് വേണ്ടവർ എന്റെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്തിട്ട് ലിങ്ക് ഒന്ന് കമന്റ് ചെയ്താൽ മതി.